ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഉണ്ണികൾക്കു 108 ഗുരുദേവ കഥകൾ. അധ്യായം 83. SNDP യോഗം. അരുവിപ്പുറം ക്ഷേത്രത്തിന്റെ കുളിർമയുള്ള പൂമുറ്റം. തൊട്ടടുത്തുള്ള ഹരിതാഭമായ പ്ലാവിൻ ചോട്ടിൽ കുറെ സമുദായ സ്നേഹികൾ കൂട്ടം ചേർന്നിരിക്കുകയാണ്. കൊല്ലവർഷം 1078 ധനു 23-നായിരുന്നു ആ സംഭവം. അവിടെ അരുവിപ്പുറം ക്ഷേത്ര ഭാരവാഹികളുടെ ഒരു വിശേഷാൽ യോഗം നടക്കുകയായിരുന്നു. പേരുകേട്ട പല പ്രമാണിമാരും അക്കൂട്ടത്തിലുണ്ട്. സമുദായത്തിന്റെ ഉന്നമനത്തിന് കൂട്ടായ പരിശ്രമമാണ് വേണ്ടത്, അക്കൂട്ടത്തിൽ ചിലർ അഭിപ്രായപ്പെട്ടു. ചവിട്ടിക്കുഴച്ച മണ്ണുപോലെ ഇങ്ങനെ അടിമത്തപ്പേറി ജീവിച്ചിട്ടെന്താണു കാര്യം? പുരോഗമനവാദികളായ ചിലർ വാദിച്ചു. ഇതെല്ലാം കേട്ടും ശ്രദ്ധിച്ചുകൊണ്ടും യോഗത്തിന്റെ അധ്യക്ഷസ്ഥാനത്ത് ഗുരുദേവനുണ്ടായിരുന്നു. ചർച്ചകൾക്കു ശേഷം അവിടെ ഒരു പുതിയ സംഘടന പിറന്നു. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, SNDP യോഗം. അതിന്റെ സ്ഥിരാധ്യക്ഷൻ ഗുരുദേവൻ തന്നെയായിരുന്നു. യോഗത്തിന്റെ സെക്രട്ടറി കുമാരനാശാനുമായി. സമൂഹത്തിൽ നിലനിൽക്കുന്ന അനാചാരങ്ങൾക്കെതിരെയും അന്ധവിശ്വാസങ്ങൾക്കെതിരെയും SNDP യോഗം ഉണർന്നു പ്രവർത്തിക്കുവാൻ തുടങ്ങി. അക്കാലത്ത് ഈഴവരിൽ തന്നെ തമ്മിൽ തൊട്ടുകൂടാത്തവരും കൂടി നടക്കാത്തവരും ധാരാളമുണ്ടായിരുന്നു. ജാതിക്കുള്ളിലെ ജാതികൾ എന്നു പറയാം. ഇതിനു പുറമെ തിരണ്ടുകുളി, പുളികല്യാണം, താലികെട്ട്, പുളിക്കുടി എന്നിങ്ങനെ നാടും വീടും മുടിക്കുന്ന പല അനാചാരങ്ങളും അടിയന്തിരങ്ങളും സമുദായത്തിൽ നടത്തിയിരുന്നു. ഇതിനെതിരെയെല്ലാം ഗുരുവിന്റെ ആശീർവാദത്തോടെ യോഗത്തിന്റെ പ്രവർത്തനങ്ങൾ നടന്നു. ശേഷം ഭാഗം തുടരും.